എന്താണ് എന്ന് ലോകത്തെ അറിയിച്ചു കൊടുക്കുന്നത് ഈ ABയെ പോലെയുള്ള ഫേക്കന്മാരാണ്. കാരണം അവനൊരു മുസ്ലിം ആണെന്നറിയാം. ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യനോ ഒരിക്കലും ഒരു പെണ്ണിനെ കുറിച്ചിട്ട് ഇങ്ങനെയൊന്നും പറയില്ല. കാരണം അവർക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അവര് വീട്ടിൽ നിന്ന് നല്ല സംസ്കാരത്തിൽ വളരുന്നവരാണ്. അഭ്യസ്ത വിദ്യരായ മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടുവരുന്നവരാണ്. പൊതുബോധമുള്ള മാതാപിതാക്കൾ വളർത്തുന്നതാണ്. പക്ഷെ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അതല്ല, അവന്റെ സംസ്കാരം ഈ പുസ്തകങ്ങളാ. അതുകൊണ്ട് അത് പറയാം. അത് സാരമില്ല, അത് നമ്മുടെ വിഷയമല്ല. ലൈവിൽ തെറി വിളിക്കുന്നവരെ ബ്ലോക്ക് ചെയ്യുക? ഇല്ല, ബ്ലോക്ക് ചെയ്യേണ്ട കാര്യമില്ല മിഥുൻ. അതായത് ഇവരുടെ കൾച്ചർ എന്താണ്, ഇവര് ഫോളോ ചെയ്യുന്ന സംസ്കാരം എന്താണ് എന്ന് ലോകം അറിഞ്ഞോട്ടെ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യം ചിന്തിക്കുന്നത് സെക്സ് ആയിരിക്കും. ഒരു പെണ്ണിനെ കാണുമ്പോൾ അവിടെ ഒന്ന് കിട്ടിയെങ്കിൽ ഇവിടെ ഒന്ന് കിട്ടി. അവന്റെ ഉമ്മയാണെങ്കിലും പെണ്ണ് തന്നെയാ. ഉമ്മയെ കിട്ടിയാലും ഇത് തന്നെയാ ചെയ്യുക, പെങ്ങളെ കിട്ടിയാലും ഇത് തന്നെയാ ചെയ്യുക. പെണ്ണ് എന്നാൽ ആകെ സുഖിക്കുക, ഭോഗവസ്തു, ഇത് മാത്രമേ ഇവരെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യമുള്ളപ്പോൾ പിന്നെ ഇവരത് ചെയ്യാതിരിക്കും. വിഷയമല്ല, അവരത് ചെയ്യും. പിന്നെ സജീവ് കേരള, അബ്ദുൾ ഏത് മതമാണ് ശരിയെന്ന് ചോദിക്കാൻ ഒന്നിലും ശരിയില്ലെന്ന് വിശ്വസിക്കുന്നവരുടെ അടുത്താണോ? പിന്നെ എല്ലാം പൊട്ടാസ്യം സയനൈഡ് ഗുണം തൊട്ടതിന് വിഷം. സംശയമില്ല, ശരിയാണ് സജീവ്. വളരെ പവർഫുൾ റെസ്പോൺസ് ആണ്. ശരിയും തെറ്റും, നിങ്ങളാണോ വ്യക്തിഹത്യ ചെയ്യാത്തയാൾ? എത്ര വീഡിയോകളുടെ ടൈറ്റിൽ നിങ്ങൾ മുഹമ്മദ് നബിയെ പരിഹസിച്ച് വ്യക്തിഹത്യ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ആദ്യം സ്വയം നന്നാവുക. ശരിയും തെറ്റും നിങ്ങൾ പറയണം. ഞാൻ ഏത് ടൈറ്റിലാണോ കൊടുത്തിട്ടുള്ളത് ആ ടൈറ്റിലിൽ ഉള്ള വിഷയം എൻ്റെ വീഡിയോയിൽ ഉണ്ടാകും. ആവശ്യമില്ലാതെ ഞാൻ പ്രവാചകനെ നിന്ദിച്ചിട്ടില്ല, പരിഹസിച്ചിട്ടില്ല. പ്രവാചകൻ 11 ഭാര്യമാരുമായി ശയിച്ചിട്ട് ഇല്ലേ? 40 പുരുഷന്റെ ശക്തി ഹദീസുകളിലില്ലേ? പ്രവാചകൻ പെണ്ണിന്റെ സൗന്ദര്യം കണ്ടാൽ ഉടനെ വീഴുന്ന ആളാണ്. 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബ് 52. ഞാൻ ഇതൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ 11 ഭാര്യമാരുമായി ഒറ്റ മണിക്കൂർ കൊണ്ട് സെക്സ് ചെയ്തിട്ട് ഒരു കുളി, ഇതൊക്കെ ഹദീസുകളിലുള്ള വസ്തുതയാണ്. ഇതിപ്പോ നിങ്ങൾക്ക് പരിഹാസമാണ് എന്ന് തോന്നിയാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എബി, ഉമ്മ അല്ലേ വീട്ടിലുള്ളത്? ഉമ്മ അല്ലേ സൗകര്യത്തിൽ? അതാകുമ്പോ എപ്പോഴും കിട്ടുമല്ലോ. ഉമ്മ ആകുമ്പം തുണി ഉടുക്കേണ്ടി വരത്തൂല. നിനക്കൊന്നും മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ തൽക്കാലം ഓക്കെ. കേശവൻ, ഹായ്, ഗുഡ് നൈറ്റ് ടീച്ചർ. ഗുഡ് നൈറ്റ്. ആർഷ്, ജാമിദയെ അബ്ദു ഡിവോഴ്സ് ചെയ്തതാ? ഇവനൊക്കെ എന്താൾക്കാരാണ് അല്ലേ? അതായത് ഇവരിപ്പോ ഈ മതത്തിൽ വിശ്വസിക്കുന്നവരാ. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസത്തിന് എന്തെങ്കിലും അടിത്തറയുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ വായി തോന്നുന്നത് വിളിച്ചു പറയുക. ഇന്നലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ലൈവിൽ വരുന്നത് നിങ്ങൾ കണ്ടതാ. എന്നിട്ട് ജാമിദയെ അബ്ദു ഡിവോഴ്സ് ചെയ്ത എന്ത് വിവരമില്ലാത്ത ആൾക്കാരാണ്. ജയ ആൻഡേഴ്സ്, ടീച്ചർ ലവ് യു ലവ് യു ലവ് യു. ഹായ് ടീച്ചർ, എനിക്കൊരു ഹായ് പറയാം. ഹായ് 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 ഹായ്ക്കാണ് ഹായ് ട്ടാ. അറിവിൻ മാർക്കറ്റിന്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു ചിഞ്ചു. പഠിച്ചിട്ട് പറയൂ എന്ന് ടീച്ചറോട് പറയാൻ പറ്റുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ അവരെന്താ ഇങ്ങനെ തെറി വിളിക്കും? മനസ്സിലായ? അതായത് ഉമ്മയെയും പെങ്ങളെയും മകളെയും മാറി മാറി ഭോഗിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണ്, ഒരാണ്, അമ്മയുടെ പ്രായമുള്ള ആള്, മകളുടെ പ്രായമുള്ള ആള്, അവരെ റെസ്പെക്ട് ചെയ്യണം. അതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല. അറിവിന്റെ മാർക്കറ്റ്, ടീച്ചർ ബൈബിൾ ഒന്ന് വായിക്കണം. തീർച്ചയായിട്ടും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ബൈബിളും ഗീതയും ഒക്കെ വായിക്കണം. പ്രീത, ഹായ്. പിന്നെ അനു, ടീച്ചറെ ഖുർആൻ ആരാണ് എഴുതിയത് എന്നും എത്ര ഖുർആനാണ് ഇപ്പോൾ ലോകത്തുള്ളതെന്നും ഒന്ന് പറയാം. ഞാൻ പറയാട്ടാ എത്ര ഖുർആനാണുള്ളതെന്ന് ഓരോ വർഷം ഓരോന്നും പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്യാട്ടാ. ജിതിൻ, ഹായ്. ജാമിദ ടീച്ചർ, ഹായ്. അറിവിൻ മാർക്കറ്റ്, ജാൻസി റാണി നയിച്ച പാതയിൽ ടീച്ചറും. താങ്ക് യു. റിജോ, ആശയമില്ലെങ്കിൽ എന്താ ഉസ്താദിന് ആമാശയത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടല്ലോ വിശ്വാസികളെ പറ്റിച്ച്. അതെ രാജു, അതെ തീർച്ചയായിട്ടും. പീസ് ഓഫ് മൈൻഡ്, ലോകത്തിന് ഭീഷണി ഈ മതം മാത്രം, പിന്നെ മറ്റു മതങ്ങളെ വിമർശിക്കേണ്ട ആവശ്യം. അതായത് ഈ മതം എന്തുകൊണ്ടാണ് നമ്മൾ ഈ മതത്തെ ഇങ്ങനെ വിമർശിക്കേണ്ടി വരുന്നത്? ഈ മതം എന്ന് പറഞ്ഞാൽ ഭീകരതയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിതിനെ കൂടുതൽ പറയേണ്ടി വരുന്നത്. തന്നെയുമല്ല ഈ മതം എല്ലാ ലോകത്തിന് തന്നെ വല്ലാത്ത ഭീഷണിയാണ്. അതുകൊണ്ടാണ് നമുക്കിത് കൂടുതൽ പറയേണ്ടി വരുന്നത്. അതുകൊണ്ടാണെന്ന് പറയാം. ആരൊക്കെയോ ലൈവിൽ വന്നിട്ടുണ്ട്, സംസാരിക്കാം.
പിന്നെ ഹദീസുകൾ വായിക്കുന്നവർ ഇതിലും വലിയ തെറി പറയും വിജീഷ്. ശരിയാണ്, ശരിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതല്ലേ ഇപ്പൊ അവര് കാണുന്നത്. പിന്നെ അവരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഫിലിപ്സ് ക്രിയേഷൻസ് നേച്ചർ വീഡിയോഗ്രാഫി. ഹായ് ടീച്ചർ. ഹായ് ബിജീഷ്. ഹദീസുകൾ വായിക്കുന്നത് ഇതിലും വലിയ തെറി പറയും. അതെ ശരി, തീർച്ചയായിട്ടും പറയും. ലിയോപോൾ. ഹായ് ടീച്ചർ. പിന്നെ പ്രഭാകരൻ. ഹായ് ടീച്ചർ. ഹായ് ടീച്ചർ. സജിത്ത് കാവുങ്കൽ. ഹായ്. ആർഷനായിരുന്നു സംശയം. അബ്ദു ജാമിദായ ഡിവോഴ്സ് ചെയ്തതാണ് എന്നുള്ള വിഷയത്തിലെ. അപ്പൊ നമുക്ക് അബ്ദുവിനെ ഒന്ന് കണ്ടേക്കാം, കുഴപ്പമില്ല. അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഇവനെ ഒന്നും ബോധ്യപ്പെടുത്തിയിട്ട് കാര്യവുമില്ല, കാരണം മനസ്സിലാക്കാൻ ശേഷിയില്ല. എന്നാലും എനിക്ക് ഇവരെ പ്രത്യേകിച്ച് എനിക്കൊരു കാര്യവും എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തുന്നതിനോട് ഇഷ്ടമല്ല. അവരെന്ത് ചിന്തിക്കുന്നു അങ്ങനെ ചിന്തിക്കട്ടെ എന്ന് വിചാരിക്കും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഇന്നലെ കണ്ടതാണല്ലോ. എന്നാലും പിന്നെ പ്രഭാകരൻ. സുരേഷ് ഹായ്. സതീഷ് ഹായ്. സജിത്ത് ഹായ്. ഹസീബ്. ഓരോരുത്തരുടെയും വീക്ഷണ കോണുകളും വ്യത്യസ്തമായിരിക്കും. ഞാൻ പഠിച്ചതുപോലെ ആയിരിക്കണം എന്നില്ല. ടീച്ചർ ഇസ്ലാമിനെ പഠിച്ചത്, ഇസ്ലാമിക ചരിത്രം മനസ്സിലാക്കിയത്. അപ്പോൾ എല്ലാവരും എല്ലാ മതങ്ങളും, അതായത് ഹസീബെ, ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയുന്നത് തന്നെയാണ് ആത്യന്തികമായ ശരിയെന്ന്. ഞാൻ പറയുന്നതിലെ തെറ്റും ശരിയും നിങ്ങൾക്ക് എനിക്ക് ബോധ്യപ്പെടുത്തി തരാം. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ എല്ലാ മനുഷ്യനും 100% പവർഫുൾ ഒന്നും ആയിരിക്കണമെന്നില്ല. പിന്നെ ഗോഡ്സൺ. ടീച്ചർ മക്കൾ ഡ്രീംസ് എന്താണ്? അത് അവര് പഠിച്ചു വരട്ടെ. അപ്പൊ മക്കൾ ചെറിയ കുട്ടികളല്ലോ, പഠിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. അവരുടെ സ്വപ്നം എന്താണെന്ന് എന്താറിയാം, മക്കളുടെ അംബീഷൻ എന്താണ്. എന്തായാലും രാജ്യസ്നേഹികളായിട്ടാണ് വളർത്തിയിട്ടുള്ളത്. ഇനി എങ്ങനെ പോകുന്നു എനിക്കറിയില്ല. ജയ ഹായ്. ഇബ്രു. ഒരു ചോദ്യം, മരണശേഷം സ്വർഗം നരകം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു? ഒന്നുമില്ല. അപ്പൊ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചു. മെഴുകുതിരി കത്തിക്കുന്നതിന് മുമ്പ് മെഴുകുതിരി എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് മെഴുകുതിരി അണഞ്ഞു കഴിഞ്ഞാലും. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡെന്നീസ്. വെൽ സെഡ് ടീച്ചർ. നേച്ചർ. റെസ്പെക്ട് ഫ്രോം മൈ ഹാർട്ട്. താങ്ക് യു നേച്ചർ ബ്യൂട്ടി. സഞ്ജീവ് ഹായ്, നമസ്കാരം. സ്വർഗം നരകം ഉണ്ടോ ഇല്ലയോ? ഇബ്രു. ഞാനിതിലൊന്നും വിശ്വസിക്കുന്നില്ലപ്പാ, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ. ഷിഫിൻ ഹായ്. ജാമി ഹായ്. പിന്നെന്താണ്, ദേവ് ഗണേശൻ. പ്ലീസ് അലോ മീ ടു ട്രാൻസ്ലേറ്റ് യുവർ വീഡിയോസ് ഇൻ തമിഴ്. പലരും ചോദിച്ചിട്ടുണ്ട്, അപ്പാ ചെയ്യുന്നുണ്ട് കേട്ടോ, ചെയ്യാമേ. ജയ. ജാമിദ ടീച്ചർ ഭയങ്കരം സുന്ദരിയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്നെ കല്യാണം കഴിക്കുമോ? മുസ്ലിം പെണ്ണുങ്ങളെ എനിക്ക് ഭയങ്കരം ഇഷ്ടമാണ്. ഇഷ്ടമുള്ളവരെ ഒക്കെ ജയ കല്യാണം കഴിക്കാൻ കടന്നു കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിക്കാൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാകുമല്ലോ. എന്നെ കല്യാണം കഴിച്ച ആൾ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ അയാളോടൊന്ന് ചോദിക്കാം കേട്ടോ. ജയക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ വിടുമെന്നുള്ള കാര്യം ഞാൻ ചോദിച്ചിട്ട് പറയാം കേട്ടോ. ജയെ ഹായ്. ഫാമിലി ഹലോ. ജാമിദ ഹലോ. ഇബ്രു. സ്വർഗം നരകം ഉണ്ടോ അത് വിശ്വസിക്കുന്നത്? ഇബ്രു ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞാനതിൽ വിശ്വസിക്കുന്നില്ല. ഷാജി ഹായ് ടീച്ചർ. ഷിജു ഹായ്. കെ വി വസന്ത ഹായ്. പ്ലീസ് ഡു എ പ്രോഗ്രാം ബൈ പുട്ടിങ് എ ബിൻറ്റി ഓർ യുവർ ഫോർ ഹെഡ് എ റിക്വസ്റ്റ്. ഓക്കെ. നബീൽ ഹായ്. ന്യൂ BJP നിങ്ങൾക്ക് ടിക്കറ്റ് തരുമോ? ഇവരോടൊക്കെ എന്ത് പറയാൻ. അർഷൻ. ടീച്ചർക്ക് മതത്തിൽ വിശ്വാസമില്ല. ഓക്കെ. പ്രപഞ്ച സൃഷ്ടിയിലും പുനർജന്മത്തിലും വിശ്വാസമുണ്ടോ? ഇല്ലപ്പാ, ഞാൻ പറഞ്ഞില്ലേ വിശ്വാസമില്ല, ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല. നബീൽ ഐ സപ്പോർട്ട് ടീച്ചർ. താങ്ക് യു. ഇബ്രു. സ്വർഗം നരകമുണ്ട്. ജയെ ഗീവ് മീ വൺ ഹായ്. ജയെ ഹായ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഹായ്. ജലാലുദ്ദീൻ. എന്ത് മുഹമ്മദ് അസ്ലം ഹലോ ടീച്ചർ. ഹലോ ജലാലുദ്ദീൻ. ഹലോ മല്ലു ഹായ്. ജലാലുദ്ദീൻ റെസ്പെക്ട്. താങ്ക് യു ജലാലുദ്ദീൻ. ഇത്രയും ആൾക്കാരുണ്ടെങ്കിലും എനിക്ക് നിങ്ങളെ പോലെ ഉള്ളവരുടെ റെസ്പെക്ട് വളരെ സന്തോഷം. റെസ്പെക്ട് തന്നില്ലെങ്കിൽ ഹായ് തരാനെങ്കിലും വന്നല്ലോ. ജെയ്സൺ ഹായ്. ജെയ്സൺ എന്റെ ബ്രദറാ. സജി ഹായ്. ഷിജു ഹായ്. ദാസൻ. സ്വർഗമുണ്ട് വിശ്വസിക്കുക. ശരി, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസവുമായിട്ട് മുമ്പോട്ട് വെക്കുക, നിങ്ങൾ എന്നെ നിർബന്ധിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത്രയെല്ലാം വളരെ വ്യക്തമാക്കി വിശദീകരിച്ചിട്ടും എന്തുകൊണ്ടാണ് പലരും മനസ്സിലാക്കാത്തത്? അജിത്ത്. എല്ലാവരും മനസ്സിലാക്കിയാ പിന്നെ ഇങ്ങനെ പോകുവപ്പാ. എല്ലാവരും ഒരേപോലെ മനസ്സിലാക്കുന്നവരായിരിക്കുമോ? ജെറിൻ. ക്ലബ് ഹൗസിൽ കയറി മദ്രസ വിഡ്ഢികൾ കരച്ചിലാണ്. ജാമിദ ടീച്ചറിന്റെ ചൂരൽ പ്രയോഗം കാരണം. ഷൈനി ഹായ് ടീച്ചർ. തിരുവനന്തപുരം വരുന്നുണ്ടോ ഇബ്രു? ഇല്ല ഇബ്രു, ഉടനെ എങ്ങും വരുന്നില്ല. ദേവഗണേശൻ. ഡോണ്ട് വറി അബൌട്ട് യുവർ സെക്യൂരിറ്റി. എന്ത് വറി? ജലാലുദ്ദീൻ ഹായ്. ഷാജി യുവർ സ്ട്രെങ്ത് ഈസ് യുവർ ബെറ്റർ ഹാഫ്.
ഹാർട്സ് ഇക്ക വന്നിട്ടുണ്ട്. ഞാൻ ഇക്ക വിളിക്കാം. ബെറ്റർ ഹാഫ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പം ഇനിയിപ്പോൾ ഇക്ക വന്ന് നിങ്ങളോടൊന്ന് ഹായ് പറഞ്ഞിട്ട് പോകട്ടാ. എന്താണ് ഞങ്ങളുടെ ഫാമിലി വിഷയമൊക്കെ നിങ്ങളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? വളരെ മോശമുണ്ട്. ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് ശ്രദ്ധിക്കുന്നൊരു കാര്യമാണത്. കാരണം ഇതിന് മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറെ മുമ്പ് ഇതേപോലെ തന്നെ 72 വയസ്സായ ഒരു കിളവനാണ് ജാമ്യന വിവാഹം കഴിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മേലേക്കന്മാരും അതുപോലെ തന്നെ കുറെ ഇതിൽ വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പം അവർക്കൊക്കെ ഞങ്ങളെങ്ങനെയാണ്, ഞങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്നൊക്കെ അറിയണം. എന്തിനാടോ ഈ കുടുംബ വിഷയങ്ങളിലേക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത്? പിന്നെ ജാമ്യയുടെ ആ പെർഫോമൻസൊക്കെ കാണുമ്പോൾ ചില ആളുകൾ കമൻറ്റിൽ വന്നിട്ട് ഐ ലവ് യു അത് ഇതൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞങ്ങൾക്കതൊന്നും അതിൻ്റെ പിന്നിൽ ഓടേണ്ട ഒരാവശ്യമൊന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടമാണ് ജാമ്യനെ എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ അത് ഞങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കരുത്. അതൊരിക്കലും ശരിയല്ല. പിന്നെ ഞങ്ങളെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ എന്താ പറയുക, ഡിവോഴ്സായി, അതായി, ഇതായി, എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ഇന്നലെ ഒരു മുസ്ലിയാർ വന്നിട്ട് വെറുതെ കാര്യമില്ലാതെ ഞാൻ ഉറങ്ങിയിരുന്നാണ്. ആ ടൈമിൽ വന്നിട്ട് ചൊറിഞ്ഞു. അപ്പോൾ ഞാനാണ് ജാമ്യനോട് പറഞ്ഞത് എനിക്ക് 2 വാക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ അത് അതിൻ്റെ വൃത്തിയിൽ തന്നെ ഞാൻ കൈകാര്യം ചെയ്തത്. അയാൾക്ക് ഇനി മറുപടിയായിട്ട് വരണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വരട്ടെ. കാരണം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ എനിക്ക് ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും. അപ്പോൾ ഞാനൊരു മുസ്ലിമാണെന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാണ്. പിന്നെ അതിലെന്തെങ്കിലും സംശയമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാം. ഏത് രീതിയിലാണ് എൻ്റെ ഇസ്ലാമിക ജീവിതം എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു ഹായ്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ജയ ചോദിച്ചിരിക്കുന്നത്, നിന്റെ ഭാര്യയെ 1 അവറിൽ എത്രയാ റേറ്റ്? അമ്മയോട് ചോദിക്കും മോനെ, അമ്മയ്ക്ക് എത്രയാണ് റേറ്റ് എന്ന്. അമ്മയുടെ റേറ്റ് തന്നെ ആയിരിക്കും നിന്റെ പെങ്ങൾക്കും. ഇല്ല, അതെ, ഇത് ഫേക്ക് ഐഡിയിൽ വന്നിട്ട് കളിക്കുന്നതാണ്. അതിനൊന്നും മറുപടി പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവരെ വീട്ടിലുണ്ടല്ലോ അങ്ങനത്തെ ആളുകളൊക്കെ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ അങ്ങനെ ചൊറിഞ്ഞു വരുന്ന ജയ പറഞ്ഞിട്ടുണ്ട് ഒരു 2000 തരാന്നോ. അമ്മയുടെ അടുത്ത് പോകുമ്പോനെ അമ്മയ്ക്ക് ആവുമ്പോ പൈസയൊന്നും 2000 കൊടുക്കേണ്ടി വരില്ല. ആ പൈസ നിനക്ക് തന്നെ എടുക്കാമല്ലോ. അല്ലല്ല, അമ്മയാണ് നല്ലത് മോനെ. അമ്മയെ തന്നെ നോക്ക്. അമ്മയാണ് കുറച്ചും കൂടി നല്ലത്. അതാകുമ്പോൾ പുറത്തെങ്ങും പോകത്തില്ലല്ലോ. എപ്പോ വേണമെങ്കിലും നിനക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ കിട്ടുകയും ചെയ്യും. അമ്മയെ നോക്കിയോ മോനെ, അതാണ് എന്തിനത് വെറുതെ ചൊറിഞ്ഞു മേടിക്കുന്നത്? കാരണം എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ അറിയില്ല, അറിയായിട്ടല്ല. എങ്കിലും ജാമ്യയുടെ കയ്യിൽ നിന്ന് തന്നെ നിങ്ങളിങ്ങനെ ചൊറിഞ്ഞു മേടിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വിഷമമുണ്ട്. കാരണം വീട്ടിൽ കിടക്കുന്ന ഉമ്മയും അതുപോലെ പെങ്ങളെയൊക്കെ വിളിപ്പിക്കേണ്ട എല്ലാ ആവശ്യവും ഉണ്ടാകും. ചെറിയൊരു കമൻറ്റിൻ്റെ പേരിൽ നിങ്ങൾക്ക് കിടക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉറക്കം കിട്ടില്ല. കാരണം നിങ്ങളെ ഉമ്മന് അതേപോലെ പെങ്ങളെയൊക്കെ ഇതേപോലെ പറയേണ്ട അവസ്ഥയ്ക്ക് വരും. അപ്പം അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ ശരി, ഇനി ഒരു വീഡിയോസിൽ ഞാൻ വരാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ വരുത്തരുത് പ്ലീസ്. ചിലർക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ പോലും ഒരു ഫേക്ക് ഐഡിയ അനിവാര്യമാണ്. എന്തൊക്കെയോ കുറേ ആൾക്കാർ എന്തൊക്കെയോ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് കുറേ ഫേക്ക് ഐഡിയകൾ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, നിങ്ങൾ വന്നോ. കാരണം നിങ്ങൾ എന്താണ് എന്ന് ലോകം ഒന്ന് അറിഞ്ഞോട്ടെ. കുഴപ്പമില്ല. നാഫിയ ഹസ് ചുള്ളനാണല്ലോ എന്ന്. അതെ, ഞാനെന്താ മോശമാണെന്ന് അതിൻ്റെ അർത്ഥം. ഡോണ്ട് വറി അബൌട്ട് യുവർ സെക്യൂരിറ്റി. പിന്നെ രവീഷ്, ഹായ് ടീച്ചർ. ഞാൻ ടീച്ചറിൻ്റെ വീഡിയോ എല്ലാം കാണുന്ന വ്യക്തിയാണ്. ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. റെസ്പെക്ട്. താങ്ക് യു.
ഇബ്രു സോറി, ഒരു ചോദ്യം പലപ്പോഴും ചോദിച്ചത് സോറി. കുഴപ്പമില്ല ഇബ്രു, ഞാൻ പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളല്ല, പിന്നെ എങ്ങനെയാ സ്വർഗവും നരകമൊക്കെ ഉള്ളത് ഞാൻ വിശ്വസിക്കുന്നത്. ബിജു ഹായ്. അശ്വിൻ ബെസ്റ്റ് വിഷസ്, താങ്ക് യു. നാഫിയ ഹായ്. നാഫിയ ഹലോ ഹായ്. പ്രഭാകരൻ, ഒരു ജനതയെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനം ഫലം കണ്ടു തുടങ്ങി, അതിന് തെളിവാണ് ടീച്ചറെ പിന്തുടർന്ന് ഇന്ന് മുന്നോട്ട്. താങ്ക് യു താങ്ക് യു താങ്ക് യു. കിഷോ ഹായ്. ഇക്ക പോയി. സിമ്പിൾ ലൈഫ് ആരംഭിക്കലാമത ഇക്കാലം ആരംഭിക്കലാമട ഇക്കാലോ. ഓക്കെ കാര്യം പറയാട്ടാ. ഹലോ ഇക്ക പോയി. ചന്ദ്ര ഹായ്. നാഫിയ അബ്ദു മുത്തേ, നിങ്ങൾ ഇസ്ലാം വിശ്വാസിയാണോ? അല്ല, അർഷല്ലേ പറഞ്ഞത് അബ്ദു ജാമിദയെ ഡിവോഴ്സ് ചെയ്തെന്നൊക്കെ. എന്ത്